നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം ഏതാണ്ട് ഉത്തര കൊറിയ ഭരണാധികാരി കിം ജോങ് ഉൻ പോലെയാണ്. മമതയുടെ ഭരണത്തിൽ ആരെങ്കിലും അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അപ്പോൾ തന്നെ മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുകയും വീടുകൾ ആക്രമിക്കുകയും വലിയ തോതിൽ ഒരു കലാപം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും. മമതയുടെ ഭരണത്തിൽ ജനങ്ങൾ വലിയ തോതിൽ ഭയപ്പെടുന്ന അവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ കടന്നുപോകുന്നത്. മമതയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തവരെ മമത തന്നെ കള്ളക്കേസിൽ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ അശാന്തി പടരുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമ ബംഗാളിലെങ്ങും. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ എല്ലാം കൂടെ ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ചു, ഇന്ത്യ മുന്നണി. അവിടെ പോലും മമത പദവി വേണമെന്ന് പറഞ്ഞ് അവിടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മമതയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ബിജെപിയുടെ പാർട്ടിയിൽ വ്യക്തി അല്ലാഞ്ഞിട്ട് പോലും CV ആനന്ദ് ബോസിനെ പോലെ ഒരു IAS ഉദ്യോഗസ്ഥനെ മമതയുടെ തട്ടകത്തിലേക്ക് അയച്ചത് വെറുതെയല്ല. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അഴിമതിയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി CV ആനന്ദ് ബോസിനെ പശ്ചിമ ബംഗാളിലേക്ക് അയച്ചത്, അതും ഗവർണർ പദവിയിൽ. ആനന്ദ് ബോസ് ഗവർണറായി അധികാരമേറ്റ ഉടൻ പശ്ചിമ ബംഗാളിൽ എത്തിയപ്പോൾ മമതയുടെ സ്നേഹത്തിൽ ആനന്ദ് ബോസ് ഒന്ന് വീണുപോയെന്ന് പറയാതെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഗവർണറായിട്ട് സ്ഥാനം ഏറ്റ ഉടനെ ആനന്ദ് ബോസ് പശ്ചിമ ബംഗാളിൽ മമതയുടെ ഭരണം മികച്ചതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മമതയെ സഹോദരി എന്നും വിളിച്ചത്. അതിനുശേഷം മമതാ ഗവർണർ ബന്ധത്തിൽ ഒരു വിള്ളൽ വീണു. മമത കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഓരോ തോന്നിവാസങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് തന്നെ എടുത്തു പറയണം. അതുകൊണ്ടാണ് ഭരണത്തലവനെന്ന നിലയിൽ CV ആനന്ദ് ബോസ് ആ കാര്യങ്ങൾ തടയുന്നത്. നിയമസഭയിൽ ഗവർണർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ബഡ്ജറ്റ് പ്രസംഗം വായിക്കാത്തതും മമതയെ ചൊടിപ്പിച്ചു. സർവകലാശാലയിൽ വൈസ് ചാൻസലറെ തോന്നും പോലെ നിയമിക്കാനുള്ള മമതയുടെ നീക്കവും ബോസ് തടഞ്ഞു. അതും ശത്രുതയ്ക്ക് ആക്കം കൂട്ടി. അതോടെയാണ് പീഡന പരാതി ഉയർന്നു വരുന്നത്. ഇതിനെ CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ സപ്പോർട്ട് ചെയ്തതുമില്ല. അത് ആനന്ദ് ബോസിന് ഒരു ഗുണകരമായി. അതോടെയാണ് തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടകളെ ഇറക്കി ബോസിനെ നേരിടാമെന്ന് മമത വിചാരിക്കുന്നത്. പക്ഷെ അതും നടന്നില്ല. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസിനെതിരെ മമതാ ബാനർജിയുടെ പോലീസ് എടുത്ത ലൈംഗിക പീഡന കേസിൽ കൊൽക്കത്ത ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയം കളിക്കാനല്ല പോലീസ് എന്ന് കോടതി ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. മമതാ ബാനർജിക്ക് വൻ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹൈക്കോടതി തന്നെ കൊടുത്തത്. സഹോദരി എന്ന് താൻ വിളിച്ച മമതയെ ഇനി ദൈവത്തിന് പോലും രക്ഷിക്കാനാകുമോ എന്ന സംശയവും CV ആനന്ദ് ബോസ് മുന്നിട്ട് വെച്ചിട്ടുണ്ട്. ഗവർണർ ആനന്ദ് ബോസിനെ ദുരുദ്ദേശപരവും കൃത്രിമവും നികൃഷ്ടവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് ഹൈക്കോടതി മമതയെ എടുത്തിട്ട് അടിച്ചുകൂട്ടിയത്. ബംഗാൾ ഗവർണർക്കെതിരെ മമതയുടെ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കേസാണ് ഒരു ബലൂണിന്റെ കാറ്റ് അടിച്ചുവിട്ടതുപോലെ ഇപ്പോൾ പറന്നുപോയത്. അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ പോലീസിനെ ഉപയോഗിക്കുന്ന നീക്കങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മമതാ ബാനർജിയുടെ കുതന്ത്രങ്ങൾക്കുള്ള അടി തന്നെയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നതിൽ യാതൊരു സംശയമില്ല. ഭരണഘടനാപരമായ അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. ആ അധികാരം ലംഘിച്ച് മമതയുടെ സർക്കാർ ഗവർണർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുകയും ചെയ്തു. ഈ നടപടികളൊക്കെ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി തന്നെ വിധിച്ചു. അന്വേഷണം സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നടപടികളും FIRകളും റദ്ദാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി ആനന്ദ് ബോസിന്റെ കളികളാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. കാരണം ആനന്ദ് ബോസ് മമതയ്ക്കെതിരെ ചെക്ക് വെച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മമത കാണിച്ചു കൂട്ടിയ സകല തോന്നിവാസങ്ങളും വൃത്തികേടുകൾക്കും എല്ലാം ആനന്ദ് ബോസ് കേന്ദ്ര സർക്കാരിന് ഒരു കംപ്ലീറ്റ് ക്ലീൻ റിപ്പോർട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇനി അവിടെ മമതയ്ക്ക് പശ്ചിമ ബംഗാളിൽ അധികകാലം തുടരാനാവില്ല. പശ്ചിമ ബംഗാളിലെ ഭരണ തലവനാണ് ഗവർണർ. ഗവർണർക്ക് കേന്ദ്രത്തിന്റെ ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുക്കാം. മമതയുടെ ഭരണം ശരിയല്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിസഭ താഴെ വീഴും, അവിടെ രാഷ്ട്രപതി ഭരണം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനി മമത സൂക്ഷിച്ചു വേണം കരുക്കൾ നീക്കാൻ. CV ആനന്ദ് ബോസിനെ പോലെയുള്ള അതിബുദ്ധിമാനായ ഒരു IAS ബ്യൂറോക്രാറ്റിനെ പശ്ചിമ ബംഗാളിലേക്ക് മോദി പടച്ചു വിടുമ്പോൾ ഒന്നും കണ്ടല്ല ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന മമതയെ നിങ്ങൾക്ക് തെറ്റി. ഇനി കളി അവിടെ തുടരാൻ പോകുന്നതേ ഉള്ളൂ പശ്ചിമ ബംഗാളിൽ.